എൻ്റെ സഹോദരങ്ങളെ, വിശ്വാസ ജീവിതത്തിൻ്റെ പ്രാധാന്യവും ഈ നാളുകളിൽ അതിൻ്റെ ആവശ്യകതയും ആത്മാവ് നമ്മെ അറിയിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ ആത്മാവെന്ന ഈ വചന ശുശ്രൂഷകളിലൂടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വിശ്വാസം ഇന്ന് ഒരുപാട് പ്രതിസന്ധികളിലൂടെയും ഒത്തിരിയേറെ വെല്ലുവിളികളിലൂടെയും കടന്നു പോകുന്ന ഒരു കാലയളവാണ്. എവിടെയും ക്രൈസ്തവ വിശ്വാസം അപഹസിക്കപ്പെടുന്നതായി, ക്രിസ്തീയ വിശ്വാസത്തെ നിന്ദിക്കുന്ന, അപഹസിക്കുന്ന വിധത്തിലുള്ള അനേകം പ്രവർത്തനങ്ങൾ, പലവിധ ശൈലികൾ ഇന്ന് ഈ സമൂഹത്തിൽ ഒരുപാട് വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞ ശ്രേഷ്ഠമായ വചനം അത് ലോക ചരിത്രത്തിൽ എല്ലാ സമയങ്ങളിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലും നമ്മളായിരിക്കുന്ന ഈ തലമുറയിൽ ആ വചനം കൂടുതൽ നിറവേറപ്പെടുന്നതായി നമ്മൾ കാണുകയാണ്. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 10 വചനത്തിൽ യേശു പറഞ്ഞു, അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ദ്വേഷിക്കുകയും ചെയ്യും. ഈ കാലത്തിൻ്റെ പ്രത്യേകതയിൽ കർത്താവ് വെളിപ്പെടുത്തി തരുന്ന വളരെ ശ്രേഷ്ഠമായൊരു അടയാളമാണ് അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. ഒരുമിച്ച് വചനം ഏറ്റു പറഞ്ഞ്, അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത് വളരെ ലൈവായി കണ്ടുകൊണ്ടിരിക്കുക. എത്ര യുവജനങ്ങളാണ് വിശ്വാസം നഷ്ടപ്പെടുത്തി അവർ വിശ്വാസമില്ലാതെ ജീവിക്കുന്നു. സഭയിൽ വിശ്വാസമില്ല, പരിശുദ്ധ കുർബാനയിൽ വിശ്വാസമില്ല, കർത്താവിൻ്റെ സത്യവചനങ്ങളിൽ വിശ്വാസമില്ല, സഭയുടെ വിശ്വാസ സത്യങ്ങളിലോ നിത്യജീവനിലോ വിശ്വാസമില്ലാതെ നിരീശ്വരരായി വെറും ലൗകികരായി ജീവിക്കുന്ന അനേക യുവമക്കൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അവരെ പ്രതിയുള്ളൊരു ആത്മഭാരം എൻ്റെ സഹോദരങ്ങളെ നമുക്കുണ്ടാകണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഇന്ന് അനേകം കുടുംബങ്ങൾ വിശ്വാസം തകർന്നിരിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ മതില് പല കുടുംബങ്ങളിലും പൊളിഞ്ഞു കിടക്കുന്നു. കുടുംബ പ്രാർത്ഥന പോലുമില്ല, പരസ്പര സ്നേഹമില്ല, കൃപയിലുള്ളൊരു പങ്കുവയ്ക്കലില്ല, ബന്ധങ്ങളിൽ തകർച്ചകൾ, നിസ്സാര കാര്യങ്ങളെ പ്രതിയുള്ള കലഹങ്ങൾ, അസ്വസ്ഥതകൾ, സ്വത്തുതർക്കത്തെ പേരിലുള്ള കേസുകൾ, അടിപിടികൾ. ഇതെവിടെയാണ് സംഭവിക്കുന്നത്? ക്രൈസ്തവ കുടുംബങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ. എവിടെയാണ് വിശ്വാസം? നോ ഫെയ്ത്ത്, വിശ്വാസമില്ലാത്തൊരവസ്ഥ. എൻ്റെ സഹോദരങ്ങളെ, നമ്മളിന്ന് ഒരുപാട് വിശ്വാസ വിഷയത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ അനേകം കുഞ്ഞുങ്ങൾ എടുക്കുക, പലരും ദേവാലയത്തിൽ പോകുന്നത് മാതാപിതാക്കന്മാരുടെ നിർബന്ധം മൂലമാണ്. കാറ്റഗിസം പഠിക്കുന്നു, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു, അതെൻ്റെ ഉത്തരവാദിത്വമാണ്. എനിക്കെൻ്റെ കർത്താവിൻ്റെ രക്തശരീരങ്ങൾ ഉൾക്കൊള്ളണം, എൻ്റെ വിശ്വാസം എനിക്ക് പരിശീലിക്കണം എന്നുള്ള ഉത്തമമായ ബോധ്യത്തോടു കൂടി ഇതെല്ലാം ചെയ്യുന്ന എത്ര കുഞ്ഞുങ്ങളുണ്ട്? വളരെ വിരലിൽ എണ്ണാവുന്ന മക്കൾ മാത്രമുള്ളൂ. നിർബന്ധത്താലും അല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെ ചില സമ്മർദ്ദത്താലുമാണ്. എൻ്റെ സഹോദരങ്ങളെ, വിശ്വാസമില്ലാത്തൊരു തലമുറ, നോ ഫെയ്ത്ത്. എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ, യുവജനങ്ങൾ, കുടുംബങ്ങളിൽ ആത്മീയവും ധാർമ്മികവുമായ ഈ അപജയങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ അടിസ്ഥാന കാരണം വിശ്വാസമില്ല, നോ ഫെയ്ത്ത്. വിശ്വാസ തകർച്ചയുടെ പ്രതിഫലനങ്ങളാണ് ഈ തലങ്ങളിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. സഭയിലും പല അസ്വസ്ഥതകൾ, പ്രശ്നങ്ങൾ. കാരണം എന്താ? സഭ മക്കളായി നമ്മളിൽ വിശ്വാസം ഇന്ന് ഒത്തിരി നഷ്ടപ്പെട്ടു പോകുന്നു. ഞാൻ ഇന്നലെ നിങ്ങളോട് സൂചിപ്പിച്ചു, പിശാച് നമ്മെ പാറ്റുന്നൊരു സമയമാണ്. ദൈവജനത്തെ പിശാച് പാറ്റിക്കൊണ്ടിരിക്കുക. എന്തിനു വേണ്ടി? നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കുവാനായി, വിശ്വാസത്തെ ഇല്ലാതാക്കുവാൻ. ലൗകികതയും ഭൗതികതയും ജഡീകതകളാലും ഈ തലമുറയെ മലിനപ്പെടുത്തുവാൻ വളരെ വീറോടെ പിശാച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. നമ്മുടെ കർത്താവ് ശിമയോൻ പത്രോസിനോട് പറഞ്ഞില്ലേ,
സുലുക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 31-32 വചനങ്ങളിൽ നമ്മൾ ഈ വചനം ഇന്നലെ ധ്യാനിച്ചതാണെങ്കിലും ഒന്ന് ഉച്ചത്തിൽ വചനം വായിച്ച്, ശിമയോൻ ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. വചനം ശ്രദ്ധിച്ച് നിങ്ങൾ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ കുടുംബങ്ങളെ പിശാച് പാറ്റിക്കൊണ്ടിരിക്കുക. എന്തിനു വേണ്ടി? കുടുംബങ്ങളുടെ വിശ്വാസത്തെ നശിപ്പിക്കാൻ. നമ്മുടെ തലമുറകളെ പാറ്റുന്നു, നമ്മുടെ യുവജനങ്ങളെ പാറ്റുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളെ പിശാച് പാറ്റിക്കൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? അവരെ മലിനപ്പെടുത്തുവാൻ, ഈ ലോകമോഹങ്ങളാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ബന്ധിച്ചിടുവാൻ, നമ്മുടെ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ, വിശ്വാസ ത്യാഗത്തിൻ്റെ ഒരു തലമുറയെ രൂപപ്പെടുത്തുവാൻ ആവുന്നതെല്ലാം തീഷ്ണതയോടെ പിശാച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയം. അതിനുവേണ്ടി പലവിധ ഐഡിയോളജികൾ, സത്യവിശ്വാസത്തിന് വിരുദ്ധമായ ഫിലോസഫികൾ, അത്തരത്തിലുള്ള ആശയങ്ങൾ, പഠനങ്ങൾ, ഇതെല്ലാം ഇന്ന് പിശാച് ആവോളം ഈ തലമുറയ്ക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുക. എൻ്റെ സഹോദരങ്ങളെ, ഇതൊന്നും അവിചാരിതങ്ങളല്ല. നിങ്ങളെ ഗോതമ്പ് പോലെ പിശാച് പാറ്റുവാനായി ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ കരങ്ങൾ വിരിച്ചു പ്രാർത്ഥിക്കേണ്ട സമയം. എന്തിനു വേണ്ടി? അവർ വിശ്വാസത്തിൽ വളരുന്ന തലമുറയാകാൻ, നമ്മുടെ തലമുറയുടെ വിശ്വാസം നശിച്ചു പോകാതിരിക്കാൻ, നമ്മുടെ തലമുറ പരിശുദ്ധ വചനത്തിൻ്റെയും പരിശുദ്ധ കുർബാനയുടെയും പ്രാർത്ഥനയുടെയും കൃപയുള്ളൊരു തലമുറയായി മാറാൻ, അഭിഷേക തലമുറയായി മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അതിനുവേണ്ടി കണ്ണുനീരൊഴുക്കാൻ പറ്റുമോ? നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഉപവസിക്കാൻ പറ്റുമോ? വിശ്വാസം വളരുവാനും സത്യവിശ്വാസത്തിൽ നമ്മുടെ തലമുറകളെ ഉറപ്പിച്ചു നിർത്തുവാനും അതിനായി അധ്വാനിക്കാൻ പറ്റുമോ? ത്യാഗമെടുക്കാൻ പറ്റുമോ? മുട്ടുമടക്കാൻ പറ്റുമോ? നമുക്ക് ആഗ്രഹം മാത്രം പോരാ സഹോദരങ്ങളെ. ഈ ദൈവ പദ്ധതിയോട് നമ്മൾ സഹകരിക്കുന്നവരാകണം. മനസ്സിലാകുന്ന വൃക്ഷത്തിൽ ഒരു ആമേൻ പറഞ്ഞേ. ആമേൻ ആമേൻ ആമേൻ. കർത്താവിന്റെ പദ്ധതികളോട് യെസ് പറഞ്ഞ് അതിനുവേണ്ടി എന്ത് ത്യാഗമെടുക്കാനും ഒരു തീരുമാനവും സമർപ്പണവും നമുക്കുണ്ടാകണം. ഈ ഒരു കൃപയിലേക്ക് നമ്മൾ വന്നില്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ വരും നാളുകളിൽ നമ്മൾ സഹിക്കേണ്ടി വരും സഹോദരങ്ങളെ. നമ്മുടെ തലമുറ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഇപ്പോൾ തന്നെ അനേകം മാതാപിതാക്കള് ചങ്ക് പെട്ടഞ്ഞ് വേദനിക്കുക. മക്കളെ ഓർത്ത് അനുസരിക്കുന്നില്ല, പ്രാർത്ഥനയില്ല, കുദാശകളില്ല, വചനമില്ല, ആത്മീയമായ കാര്യങ്ങളുടെ യാതൊരു താല്പര്യവുമില്ല. എത്ര മാതാപിതാക്കളെ വേദന. തെറ്റായ പ്രണയങ്ങൾ, പ്രേമബന്ധങ്ങൾ, കഞ്ചാവ്, മയക്കമരുന്ന്, ലഹരി, കള്ളുകുടി, ജഡീക ജീവിതങ്ങൾ. കുടുംബത്തോട് യാതൊരു കരുതലുമില്ല. അപ്പൻ്റെ അമ്മയുടെ വേദന മനസ്സിലാക്കാനോ അവരുടെ കഷ്ടപ്പാട് എനിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയാണ് എൻ്റെ അപ്പൻ ഇതുപോലെ കഷ്ടപ്പെടുന്നത്, എൻ്റെ അമ്മ ഇതുപോലെ സങ്കടപ്പെടുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു സെൻസ് പോലും ഇല്ലാതെ, ഒരു ഉത്തരവാദിത്വമില്ലാതെ അലസരായി ജീവിക്കുന്ന ഒരുപാട് യുവമക്കള് നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. എന്താ ഇതിൻ്റെ കാരണം? നോ ഫെയ്ത്ത്, വിശ്വാസമില്ല. കർത്താവായ യേശുക്രിസ്തുവിലും യേശുവിൻ്റെ പരിശുദ്ധ വചനത്തിലും വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് കുടുംബത്തോട് ഉത്തരവാദിത്വമുണ്ടാകും, മാതാപിതാക്കളോട് സ്നേഹമുണ്ടാകും, സഭയോട് കരുതലുണ്ടാകും, തൻ്റെ വിശ്വാസത്തോട് ഒരു കമ്മിറ്റ്മെൻ്റ്, ഒരു സമർപ്പണമുണ്ടാകും. വിശ്വാസം നശിച്ചു കൊണ്ടിരിക്കുന്നു, വിശ്വാസം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയിലാണ് സഹോദരങ്ങൾ നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ വ്യക്തമായ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു. ഫെയ്ത്ത് ബിൽഡേഴ്സായി, വിശ്വാസത്തെ പടുത്തുയർത്തുന്നവരായി എനിക്ക് നിങ്ങൾ ആവശ്യമുണ്ട്. കുടുംബങ്ങളിൽ, തലമുറകളിൽ, സഭയിൽ, ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, ജനതകളിൽ വിശ്വാസത്തെ പടുത്തുയർത്തുന്ന ഫെയ്ത്ത് ബിൽഡേഴ്സായി പരിശുദ്ധാത്മാവ് നമ്മളെ തെരഞ്ഞെടുക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിനോട് യെസ് പറയാൻ നമുക്ക് എത്ര പേർക്ക് പറ്റും? നമുക്ക് തീരുമാനങ്ങൾ ഉണ്ടാകണം. വചനം കേട്ടു പോകാൻ നമുക്ക് എളുപ്പ സഹോദരങ്ങളെ. തീരുമാനങ്ങൾ ഉണ്ടാകണം. കേൾക്കുന്ന വചനമനുസരിച്ച് ജീവിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള
തീരുമാനങ്ങൾ നമ്മളിൽ സംഭവിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ നമ്മെ അഭിഷേകം ചെയ്യാനും ഉപയോഗിക്കുവാനും സാധിക്കുന്നത്. സാത്താൻ നിങ്ങളെ പാറ്റാൻ ഉദ്യമിച്ചു. ഞാൻ വിശ്വസിക്കുന്നു മറ്റേത് സമയത്തേക്കാളുപരി പിശാച് നമ്മളെ പാറ്റുന്ന സമയമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ, തലമുറകളെ, കുടുംബങ്ങളെ, നമ്മുടെ സഭയെയും പിശാച് പാറ്റിക്കൊണ്ടിരിക്കുക. തിരുസഭയ്ക്ക് വേണ്ടി ധാരാളം ഉപവസിച്ച് ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. എൻ്റെ സഹോദരങ്ങളെ, വീണ്ടും പൗലോസ്ലീഹ സഭയ്ക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. കർത്താവിൻ്റെ രണ്ടാം വരവിന് മുൻപ് സംഭവിക്കുന്നൊരു വലിയ ഒരു അടയാളത്തെക്കുറിച്ച്. അടയാളം എന്താണ്? തെസ്സലോനി സഭയ്ക്ക് ഇത് രണ്ടാമത്തെ ലേഖനം 2-ാം അധ്യായം 3-ാമത്തെ വചനം, ഉച്ചത്തിലെ വചനം എല്ലാവരും ഇത് വായിച്ചേ. ആരും നിങ്ങൾ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ, എന്തെന്നാൽ ആ ദിവസത്തിന് മുൻപ് വിശ്വാസത്യാഗമുണ്ടാകും. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ ദിവസത്തിന് മുൻപ്. ഏത് ദിവസത്തിന് മുൻപ്? കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിന് മുൻപ് ലോകത്തിൽ സംഭവിക്കുന്ന വലിയൊരു അടയാളത്തെക്കുറിച്ച് പൗലോസ്ലീഹ സഭയെ പഠിപ്പിക്കുക. ആ ദിവസത്തിന് മുൻപ് വിശ്വാസത്യാഗമുണ്ടാകും. അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. വിശ്വാസ സത്യങ്ങളിൽ നിന്ന്, സത്യവിശ്വാസത്തിൽ നിന്ന്, തിരുസഭയുടെ സത്യപ്രബോധനങ്ങളിൽ നിന്ന്, കർത്താവിൻ്റെ നിർമ്മലമായ വചനങ്ങളിൽ നിന്ന് അകന്നുപോകും. അവരിതെല്ലാം അവഗണിച്ചു പോകുന്ന ഒരു സമൂഹമായി, തലമുറയായി മാറ്റപ്പെടുമെന്ന് വിശുദ്ധ പൗലോസ് സഭയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. വിശ്വാസത്യാഗമുണ്ടാകും. ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ആ സമയത്തിലേക്ക് എത്തിയിരിക്കുക സഹോദരങ്ങളെ. ഒരു വാക്ക് പറയല്ല. കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ഇന്ന് ലോകരാജ്യങ്ങളിൽ, ജനതകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങളും ആഗോളപരമായി നമ്മൾ കാണുന്ന ഈ പ്രതിഭാസങ്ങളെല്ലാം എന്താ നമ്മോട് വിളിച്ചു പറയുന്നത്? നമ്മൾ ആ വിശ്വാസത്യാഗത്തിൻ്റെ നാളുകളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. നമ്മുടെ വിശ്വാസം എന്തു വില കൊടുത്തും കാത്തു സൂക്ഷിക്കേണ്ട നാളുകൾ, ഈ വിശ്വാസത്തെ ധീരതയോടെ പ്രഘോഷിക്കേണ്ട നാളുകൾ, ഒരു കൃപയിലേക്ക് ദൈവജനം ഉയർത്തപ്പെടേണ്ട സമയമായി എന്ന് പരിശുദ്ധാത്മാവ് നമ്മെ അറിയിക്കുകയാണ് സഹോദരങ്ങൾ, അറിയിക്കുകയാണ്. നാം തിരുവചനത്തിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അവിചാരിതമാണ് അല്ല സഹോദരങ്ങളെ. ഇന്ന് പിശാച് ഏറ്റവും അധികം ആക്രമിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെയാണ്, ദൈവവചനത്തെയാണ്, പരിശുദ്ധ കുദാശകളെയാണ്, സഭയുടെ സത്യപ്രബോധനങ്ങളെയാണ്. പിശാച് ഏറ്റവും അധികം ഭയപ്പെടുന്നത് നമ്മുടെ വിശ്വാസമാണ്. അങ്ങനെ വിശ്വാസമുള്ള ഒരു ജീവിതത്തെ പെട്ടെന്ന് നശിപ്പിക്കാൻ പിശാചിന് സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കുവാൻ പിശാച് നോക്കുന്നത്. നമ്മളെ വിശ്വാസത്യാഗികളാക്കി നമ്മുടെ വിശ്വാസം ക്ഷയിപ്പിക്കുവാൻ ആവുന്നതെല്ലാം സാത്താൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. വെളിപാട് പുസ്തകം 12:17 നമ്മൾ കാണുന്നുണ്ട്. എന്താ വചനം പഠിപ്പിക്കുന്നത്? വെളിപാട് 12:17 അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു, ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. 2 കാര്യങ്ങൾ അവിടെ എടുത്തു പറയുകയാണ്. ഒന്ന്, ദൈവകൽപ്പനകൾ കാക്കുന്നവർക്കെതിരെ. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇന്ന് പിശാച് ആരോടാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്? എല്ലാവരോടുമല്ല. ദൈവജനം മുഴുവനെതിരെ പിശാച് യുദ്ധം ചെയ്യുന്നില്ല. സാത്താൻ ഇന്ന് യുദ്ധം ചെയ്യുന്നത് ദൈവകൽപ്പനകൾ, ഇങ്ങോട്ട് നോക്കി നിങ്ങൾ, കർത്താവിൻ്റെ സത്യവചനങ്ങളെ കാക്കുന്നവർക്കെതിരെയാണ്. അവരെ നശിപ്പിക്കുവാൻ, അവരെ കൃപയിൽ വീഴ്ത്തിക്കളയുവാനാണ് ഇന്ന് പിശാച് യുദ്ധം ചെയ്യുന്നത്. രണ്ടാമത് ആരോടാ യുദ്ധം ചെയ്യുന്നത്? യേശുക്രിസ്തുവിനെ ജീവൻ കൊടുത്തു പോലും കർത്താവായ യേശുക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്നവരോടാണ് പിശാച് യുദ്ധം ചെയ്യുന്നത്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. ഒന്ന്, ദൈവവചനത്തെ കാക്കുന്ന ജീവിതങ്ങളോട്. 2, ക്രിസ്തുവിനെ ധീരമായി സാക്ഷ്യം വഹിക്കുന്നവരോട്. അവരെ നശിപ്പിക്കുവാൻ, അവരെ തകർക്കാൻ, അവരുടെ കുടുംബങ്ങൾ ഇല്ലാതാക്കാൻ, അവരുടെ സമർപ്പണത്തെ കെടുത്തിക്കളയാൻ, അവരുടെ പൗരോഹിത്യത്തെ മലിനപ്പെടുത്തുവാൻ പിശാചിന് യുദ്ധം ചെയ്യാൻ.
അതിനവൻ പല വഴികൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഇനി അതാണ് കാണാൻ പോകുന്നത്. പല വഴികളും പല മാർഗങ്ങളും പിശാച് അതിനു വേണ്ടി ഉപയോഗിക്കുകയാണ്. എന്തിന്? അവരെ നശിപ്പിക്കുവാനായിട്ട്. ശേഷിച്ചിരിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. അപ്പം എൻ്റെ സഹോദരങ്ങളെ, മറ്റെന്തിനേക്കാൾ ഉപരി സത്യവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിന്മേൽ നമ്മുടെ കുടുംബങ്ങളെ ഉറപ്പിച്ച് നിർത്തേണ്ട സമയമാണിത്. അതിനുവേണ്ടി നമ്മൾ വില കൊടുക്കുവാനും ത്യാഗമെടുക്കുവാനും തയ്യാറാകണം. സത്യവിശ്വാസത്തിന് അടിത്തറയിൽ നമ്മുടെ തലമുറകളെ ഉറപ്പിച്ച് നിർത്തേണ്ട സമയം. നമ്മുടെ സമർപ്പിത സമൂഹങ്ങളും നമ്മുടെ കുടുംബ കൂട്ടായ്മകളെല്ലാം ഈ വിശ്വാസത്തിന് അടിത്തറയിൽ ഉറപ്പോടെ നിൽക്കുന്ന ഒരു കൂട്ടായ്മ സമൂഹമായിട്ട് മാറണം. വെറും നാമമാത്ര ക്രിസ്ത്യാനികളായി കർത്താവിനോട് ബന്ധമില്ലാതെ വെറും ഒരു ഭക്തി പ്രസ്ഥാനമായി നമ്മൾ അധപതിക്കരുത് സഹോദരങ്ങളെ. അതിലൊന്നും പരിശുദ്ധാത്മാവില്ല. കർത്താവിൻ്റെ പേരും പറഞ്ഞ് നമ്മൾ കർത്താവിനോട് ഒരു വ്യക്തിബന്ധമില്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് ഒരു അടിസ്ഥാനവും ഇല്ല സഹോദരങ്ങളെ. വിശ്വാസം എന്ന് പറയുന്നത് കർത്താവുമായിട്ടുള്ള കണ്ടുമുട്ടലാണ്, യേശുവുമായിട്ടുള്ള വ്യക്തിബന്ധമാണ്. അതാണ് ഫെയ്ത്ത്. ഈ കർത്താവിനോട് എനിക്കൊരു ബന്ധമില്ലാതെ എനിക്കെങ്ങനെ വിശ്വാസം ജീവിക്കാൻ പറ്റും? വിശ്വാസം പ്രഘോഷിക്കാൻ പറ്റും? അപ്പം ഇന്ന് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം കർത്താവുമായി ബന്ധമില്ല, യേശുക്രിസ്തുവുമായി ഒരു എൻകൗണ്ടർ ഇല്ല, ഈശോയെ അനുഭവിക്കാൻ പറ്റുന്നില്ല, ഈശോയുടെ പ്രസൻസിൽ ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പം സഹോദരങ്ങൾ, നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവകൽപ്പനകൾ കാക്കുന്നവർക്കെതിരെ, യേശുക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്ന ജീവിതങ്ങൾക്കെതിരെ പിശാചി അവർക്ക് കൊടിയ സഹനങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, മാനസിക ശാരീരികമായ പീഡനങ്ങൾ ഉണ്ടാകും. അവരെ ഒരുപാട് ഞെക്കി ഞെരുക്കും, പല വിധത്തിൽ അവരെ തകർക്കാൻ നോക്കും. എൻ്റെ പ്രിയപ്പെട്ടവർ നല്ലതുപോലെ മനസ്സിലാക്കണം. ദൈവകൽപ്പനകൾ കാക്കുന്ന ജീവിതങ്ങൾക്ക് ഒരുപാട് സഹിക്കേണ്ടി വരുമെന്ന് പരിശുദ്ധാത്മ വ്യക്തമായി പറയാണ്. നമ്മൾ അസ്വസ്ഥരാകരുത്. കർത്താവിനെ സാക്ഷ്യം വഹിക്കുന്ന ഒരു ദൈവ പൈതലാണോ നീ? എൻ്റെ സഹോദര സഹോദരി, നിനക്ക് ഒരുപാട് സഹനങ്ങൾ ഉണ്ടാകും, ഒത്തിരിയേറെ വേദനകളിലൂടെ നീ കടന്നു പോകേണ്ടി വരും. പക്ഷെ നീ ഭയപ്പെടേണ്ട. നിന്നെ വിളിച്ച കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നിന്റെ പരിശുദ്ധാത്മാവാണ് നിന്നെ നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ശക്തിക്ക് നിന്നെ തകർക്കാൻ പറ്റുകയില്ല. കർത്താവാണ് നിന്റെ കരം പിടിച്ചിരിക്കുന്നത്. ആമേൻ. ആ ഉറപ്പ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ, എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകും. സഹനങ്ങളെ നമ്മളെ ഭയപ്പെടേണ്ട, പ്രതിസന്ധികളെ ഭയപ്പെടേണ്ട, വേദനകളെയും കഷ്ടതകളെയും ഭയപ്പെടേണ്ട. അതിനെ അതിജീവിക്കുന്നതാണ്, അതാണ് ക്രിസ്തീയ വിശ്വാസം. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ചുമ്മാ ഒരു ആവേശമല്ല സഹോദരങ്ങളെ. അത് ആഴത്തിലുള്ള ഒരു നിലനിൽപ്പാണ്. അത് കർത്താവിനോടുള്ള ബന്ധത്തിലുള്ളൊരു വളർച്ചയാണ്. നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കാൻ ഇന്ന് എന്തെല്ലാമാണ് പിശാച് ചെയ്യുന്നത് എന്നെൻ്റെ പ്രിയപ്പെട്ട ഒരു മനസ്സിലാണ്. വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മതബോധനം പഠിപ്പിക്കുന്നുണ്ട്. CCC 675 ഖണ്ഡികയിൽ എന്താണ് സഭ പഠിപ്പിക്കുന്നത്? സഭയുടെ പ്രബോധനമാണ്. എല്ലാവരും ഉച്ചത്തിൽ വായിച്ച്, ക്രിസ്തുവിൻ്റെ 2ാം വരവിന് മുൻപ് സഭ ഒരു അന്തിമ പരീക്ഷയിലൂടെ കടന്നു പോകേണ്ടത്. ഇതാണ് ഇന്ന് സഭയിൽ നടക്കുന്നത്. നമ്മൾ സഭയിൽ കാണുന്ന പല അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ, നമ്മൾ അതിനോർത്തൊന്നും ആകുലപ്പെടേണ്ട. നമ്മൾ സഭയ്ക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിക്കുക. നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാശ്ചിത്ത പ്രവർത്തികൾ ചെയ്ത് ഉപവാസം അനുഷ്ഠിച്ച് സഭയെ ശക്തിപ്പെടുത്തുക. അപ്പോൾ സഭയിൽ പലവിധ പ്രതിസന്ധികളെല്ലാം ഉണ്ടാകും. ഇതെല്ലാം കാലത്തിൻ്റെ അടയാളമാണ്. വ്യക്തമായി പരിശുദ്ധ സഭ പഠിപ്പിക്കുകയാണ്, ഒരു അന്തിമ പരീക്ഷയിലൂടെ സഭ കടന്നു പോകും. ആഗോള സഭ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. അതിന് കാരണം ഇതൊരു നിറവേറപ്പെടലാണ് സഹോദരങ്ങളെ. അത് പല വിശ്വാസത്തെ പിടിച്ചു കുലുക്കും. ഭൂമിയിലുള്ള അവളുടെ തീർത്ഥാടനത്തിനോടൊത്ത് ഒത്തുപോകുന്ന പീഡനം തിന്മയുടെ രഹസ്യത്തെ വെളിവാക്കും. വീണ്ടും പറയാണ്, കണ്ടോ, എന്താ പറയുന്നത്? മനുഷ്യരുടെ പ്രശ്നത്തിന് പ്രത്യക്ഷമായൊരു പരിഹാര മാർഗം മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്യുന്ന മതപരമായ ഒരു വഞ്ചനയുടെ രൂപത്തിലായിരിക്കും അത്. സത്യത്തെ പരിത്യജിക്കുക. വിശ്വാസം അതാണ്. വിശ്വാസത്തെ ഉപേക്ഷിക്കുക എന്ന വില അവർ അതിന് കൊടുക്കേണ്ടി വരും. മതപരമായ ഈ പരമവഞ്ചന
എതിർ ക്രിസ്തുവിൻ്റേതായിരിക്കും, ആൻറ്റി ക്രൈസ്റ്റ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഇന്ന് ലോകത്തിൽ ശക്തമായ വിധത്തിൽ എതിർ ക്രിസ്തുവിൻ്റെ അരൂപി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിശ്വാസത്യാഗം സംഭവിക്കുന്നത്. പലവിധ അരാജകത്വങ്ങൾ, പാപമ്ലേച്ഛതയുടെ വർധനവുകൾ, കലഹങ്ങൾ, അസ്വസ്ഥതകൾ, കെടുതികൾ എന്ന് വേണ്ട ഇന്ന് ലോകത്തിൽ നടമാടുന്ന അനേകം വിനാശങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം, ഇതിലെല്ലാം എതിർ ക്രിസ്തുവിൻ്റെ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ സ്പിരിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് ആത്മീയ ശുശ്രൂഷ മേഖലകളിൽ പോലും അത് അറിയാതെയോ ഈ സ്പിരിറ്റ് ഇന്ന് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. എന്താണ് ഈ സ്പിരിറ്റിൻ്റെ പ്രത്യേകത? സത്യവിശ്വാസത്തെ ഇല്ലാതാക്കുക, സത്യപ്രബോധനങ്ങളെ സംശയിപ്പിക്കുക, അനേകം ദൈവമക്കളെ വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റിക്കുക, വ്യതിചലിപ്പിക്കുക. ഇതാണ് ഈ സ്പിരിറ്റ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മതബോധനമാണ്. നമ്മൾ ശ്രദ്ധിക്കണം. വിശ്വാസത്തിനെതിരായിട്ടുള്ള ഫിലോസഫികൾ, ഈ കാലഘട്ടത്തിൽ പിശാച് ഉയർത്തുന്ന ഫിലോസഫികൾ പൗലോസ്ലിഹ സഭയോട് പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു പ്രാർത്ഥനാപൂർവ്വം ഇരിക്കണം. കൊളോസ്യർക്കാർക്ക് ഇത് ലേഖനം 2-ാം അധ്യായം 8-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയാണ്, ക്രിസ്തുവിനെ യോജിക്കാത്തതും പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും കണ്ടു തത്വചിന്തകൾക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ സഭയ്ക്ക് വിശുദ്ധ പൗലോസ് ഒരു മുന്നറിയിപ്പ് കൊടുക്കുക, നിങ്ങൾ ശ്രദ്ധിക്കണം. എന്ത് ശ്രദ്ധിക്കണം? നിങ്ങൾ വഞ്ചിതരാകാതിരിക്കുവാൻ, നിങ്ങൾ ചതിക്കപ്പെടാതിരിക്കുവാൻ നിങ്ങൾ വളരെ സൂക്ഷ്മതയുള്ളവരാകണം. ക്രിസ്തുവിന് യോജിക്കാത്ത തത്വശാസ്ത്രങ്ങൾ, ഫിലോസഫികൾ, ഈ ഫിലോസഫികളിൽ നിങ്ങൾ പെട്ടുപോയി നിങ്ങൾ ഈ കെണിയിൽ അകപ്പെട്ട് നശിച്ചു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പരിശുദ്ധ സഭയോട് വിശുദ്ധ പൗലോസ് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോടാണ് ഈ മുന്നറിയിപ്പ് തരുന്നത്. ക്രിസ്തുവിനെ യോജിക്കാത്ത അനേകം ഫിലോസഫികൾ, ഇസങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട്. ഈ ഫിലോസഫികളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് എല്ലാവരും ശ്രദ്ധയോടിരുന്ന്, ഈ ഫിലോസഫികളെല്ലാം സത്യവിശ്വാസത്തിനെതിരാണ്. വിശ്വാസത്തെ ഇല്ലാതാക്കുവാനും നശിപ്പിക്കുവാനുമുള്ള പിശാചിൻ്റെ ഗൂഢതന്ത്രങ്ങളാണ്. ഇത് പിശാചാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. ഈ ഫിലോസഫികളെല്ലാം അവൻ്റെ ഐഡിയോളജികളാണ്, അല്ലാതെ സത്യവിശ്വാസത്തിൽ നിന്നോ ക്രിസ്തുവിൻ്റെ നിർമ്മലമായ വചനത്തിൽ രൂപപ്പെട്ടതല്ല ഇസങ്ങൾ. ഇതിൻ്റെ പുറകിൽ പൈശാചിക അരൂപിയാണ്. ഇതെല്ലാം പിശാചിൻ്റെ പ്രവർത്തനങ്ങളാണ്. ഏതൊക്കെയാണ് ക്രിസ്തുവിനെ യോജിക്കാത്ത, സത്യവിശ്വാസത്തിന് വിരുദ്ധമായ ഈ ഫിലോസഫികൾ ഏതൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഉച്ചത്തിൽ സ്വരം ഉയർത്തി അങ്ങ് അത് വായിക്കണം. ഏതാനും ചിലതാണ് ഇവിടെ കാണിക്കുന്നത്. കണ്ടു, സത്യവിശ്വാസത്തിനെതിരെയുള്ള ഫിലോസഫികൾ, സെക്യുലറിസം, അതേതരത്വം, റിലേറ്റിവിസം, പാപത്തെ പാപമായി കാണാത്തതാണ്. പാപം ഏതാണ്? പാപം അത് ഞാനാ തീരുമാനിക്കുന്നത്. അത് എന്തു വലിയ അപകടമാണ്. അതാണ് റിലേറ്റിവിസം. നമ്മൾ പറയും മൈ ബോഡി മൈ ചോയ്സ്, മൈ ലൈഫ്, അങ്ങനെ പറയാം, മൈ റൈറ്റ്. അത് ഞാനാ തീരുമാനിക്കുന്നത്. എങ്ങനെ ജീവിക്കണമെന്ന് വചനമല്ല തീരുമാനിക്കുന്നത്, എൻ്റെ വിശ്വാസമല്ല ജീവിക്കുന്നത്, ഞാനാണ് ജീവിക്കുന്നത്. കണ്ടു, ഞാനാണ് തീരുമാനിക്കുന്നത് എങ്ങനെ ജീവിക്കണം. എന്തു വലിയൊരു തിന്മയാ സഹോദരൻ. അതിന് പറയുന്ന പേരാണ് റിലേറ്റിവിസം. നോക്ക്, നിങ്ങൾ ശ്രദ്ധിച്ച്, റിലേറ്റിവിസം, ഹ്യൂമാനിസം, മാനവികതയുടെ പേര് പറഞ്ഞ് അതൊക്കെ നമുക്ക് വേണം സഹോദരങ്ങളെ. പക്ഷെ അതെല്ലാം വർദ്ധിച്ചു കഴിഞ്ഞ് അവിടെയൊക്കെ വിശ്വാസം നഷ്ടപ്പെടും. അവിടെ അത് മുഴുവൻ സെക്കുലറായിട്ട് മാറുന്നു. അവിടെ വിശ്വാസത്തിനോ കർത്താവിൻ്റെ വചനങ്ങൾക്കൊന്നും യാതൊരു വിലയില്ലാത്തൊരവസ്ഥ. ഇതെല്ലാം ഇന്ന് സഭയിൽ പോലും ഇതിൻ്റെ സ്വാധീനങ്ങൾ കടന്നുകൂടിയതുകൊണ്ടാണ് പലപ്പോഴും ഈ സത്യവിശ്വാസം ഇന്ന് അനേക മനുഷ്യ ഹൃദയങ്ങളിൽ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ലോകവ്യാപകമായി ഇത് പ്രകടമായി ഇന്ന് പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അനേകർ ഇതിൻ്റെ പുറകിലോ നമ്മൾ ഇതിൻ്റെ പ്രചാരകരായി, ഇതിൽ ആകർഷകരായി മാറിയിരിക്കുന്നു. ഹ്യൂമാനിസം, പിന്നെന്താണ് പ്ലൂറലിസം. യേശുക്രിസ്തു ഏക രക്ഷകൻ എന്ന വിശ്വാസ സത്യത്തെ തകിടം മറിക്കുന്ന ഒരു ഫിലോസഫിയാണ് പ്ലൂറലിസം. യൂണിവേഴ്സലിസം, നമ്മളത് പിന്നീട് അല്പം കാണും. കമ്മ്യൂണിസം, സോഷ്യലിസം,
ലിബറലിസം, ഫെമിനിസം, മോഡേൺലിസം, എന്തോരം ഇസങ്ങളാണ് സഹോദരങ്ങളെ. ഇതെല്ലാം നമ്മൾ പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ പോയി നമ്മുടെ സമയം തീരും. അത് പിന്നീട് നമുക്കൊരിക്കൽ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഫിലോസഫികളെല്ലാം ക്രിസ്തുവിന് യോജിക്കാത്ത, ക്രിസ്തുവിൻ്റെ വചനത്തിനും സത്യവിശ്വാസത്തിൽ നിരക്കാത്ത തത്വശാസ്ത്രങ്ങളാണ്. ഇതൊന്നും വിശ്വാസത്തിൽ രൂപം കൊള്ളുന്നതല്ല. കർത്താവിൻ്റെ സത്യവചനത്തിൽ അടിസ്ഥാനമുള്ള ഫിലോസഫികളല്ല ഇതൊന്നും. ഇതെല്ലാം മനുഷ്യ ഹൃദയങ്ങളെ ദുഷിപ്പിക്കുവാൻ, മനുഷ്യൻ്റെ വിശ്വാസത്തെ ഇല്ലാതാക്കാനുള്ള പിശാചിൻ്റെ നിർമ്മിതികളാണ്. അതാ പൗലോസ് പറഞ്ഞേ, ക്രിസ്തുവിന് യോജിക്കാത്ത തത്വചിന്തകൾ ആരും നിങ്ങൾ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ഫിലോസഫികളിലേക്ക് ആകൃഷ്ടരായി പ്രിയ സഹോദര സഹോദരി, നിന്റെ വിശ്വാസത്തെ നീ നശിപ്പിക്കരുത്. നീ കർത്താവിൻ്റെ വചനത്തെ അതിനെ നീ നിരാകരിക്കരുത്. വിശ്വാസ സത്യങ്ങളിൽ നിന്ന് അകന്നു പോകരുത്. ഈ തലമുറയിൽ മറ്റെന്തിനേക്കാൾ ഉപരി ഞാനും നിങ്ങളും ഈ വിശ്വാസം ജീവിക്കുകയും പ്രഘോഷിക്കുകയും സത്യവിശ്വാസത്തെ മുറുകെ പിടിച്ച് ഈ വിശ്വാസത്തെ നമ്മൾ കൂടുതൽ കൂടുതൽ മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ട സമയമാണിത്. ഈ ഒരു കൃപയിലേക്കല്ലേ പരിശുദ്ധാത്മാവ് എന്നെയും നിന്നെയും വിളിക്കുന്നത്. അത് അറിയാത്തവരായി നമ്മൾ മാറരുത് സഹോദരങ്ങളെ, അറിയാത്തവരായി നമ്മൾ മാറരുത്. ആരും നിങ്ങളിരയാക്കാതിരിക്കണം. ഇന്ന് കപട മതേതരത്വം പറഞ്ഞ് എന്തൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടുന്നത്, ഞാൻ അതിലോട്ട് പോകുന്നില്ല. കപട മതേതരത്വം പറഞ്ഞ് ഒരു പ്ലീസിങ്, എല്ലാവരുടെയും കയ്യടി കിട്ടാൻ, എല്ലാവരുടെ മുൻപിൽ വലിയ ആളായി മാറാൻ. അവിടെ എനിക്ക് എൻ്റെ വിശ്വാസത്തോടൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ലേ? എൻ്റെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തിയിട്ടോ എൻ്റെ വിശ്വാസത്തെ ഇകഴ്ത്തി കാണിച്ചിട്ടല്ല ഞാൻ സമൂഹത്തിന് മുൻപിൽ ആളാകാൻ പരിശ്രമിക്കേണ്ടത്. എനിക്ക് വേണ്ട ദൈവത്തിന് അംഗീകാരം എന്ന് വിചാരിച്ച് അവിവേകം കാണിക്കാനല്ല പറയുന്നത്, അവിവേകത്തോടു കൂടി പ്രവർത്തിക്കാനല്ല പറയുന്നത്. എൻ്റെ വിശ്വാസം കോംപ്രമൈസ് ചെയ്തുകൊണ്ട് എനിക്കൊരു നേട്ടവും വേണ്ട, എൻ്റെ വിശ്വാസത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു വളർച്ചയും എനിക്ക് വേണ്ട എന്നുള്ള തീരുമാനം കർത്താവിനെ പ്രതി, നിത്യജീവനെ പ്രതി പ്രിയ ദൈവ പൈതലെ നിനക്ക് സ്വീകരിക്കാൻ പറ്റുമോ? നിനക്ക് സ്വീകരിക്കാൻ പറ്റുമോ? വിശ്വസിച്ച് രാമേൻ പറഞ്ഞേ ഓരോ ശക്തിയോട് ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതിനോട് ബന്ധപ്പെട്ട് തന്നെയല്ല, അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നത്. റോമക്കാർക്കുള്ള ലേഖനം 1-ാം അധ്യായം 21-22 വചനങ്ങളിൽ എന്താ സ്ലീഹ പറയുന്നത്? അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തിയില്ല. ഇതാണ് ഈ തലമുറയുടെ അടിസ്ഥാന വിഷയം. നിരീശ്വര ചിന്തകൾ, യുക്തി ചിന്തകൾ, ലൗകിക ചിന്തകൾ. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും അവർ ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തിയില്ല. ദൈവമായി മഹത്വപ്പെടുത്തുകയില്ല, അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിച്ചില്ല. മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ കണ്ടു, അവരുടെ നിരീശ്വര ചിന്തകൾ, യുക്തിചിന്തകൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. പരിശുദ്ധാത്മാ പറയാ, ജ്ഞാനികളെന്ന് അവകാശപ്പെട്ട് അവർ ഭോഷന്മാരായി തീർന്നു. എത്ര ശക്തമാണ് ദൈവത്തിൻ്റെ വചനം! ഇന്ന് പരിശുദ്ധാത്മാ ഇതുപോലെയുള്ള ഈ ഇസങ്ങള് ഇത് സ്വർഗത്തിൽ നിന്നുള്ള ജ്ഞാനമല്ല സഹോദരങ്ങളെ. ഈ റിലേറ്റിവിസവും, മനസ്സിലാവുന്നുണ്ടോ? സെക്കുലറിസവും മോഡേൺലിസവും ഇതൊന്നും സ്വർഗത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. ഇതെല്ലാം പിശാചിൻ്റെ പഠനങ്ങളാണ്, അവൻ്റെ ഇസങ്ങളാണ്. എന്തിനു വേണ്ടി? സത്യവിശ്വാസത്തെ നശിപ്പിക്കാൻ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, അല്ല യാക്കോബ് ശ്ലീഹ പറയുന്നത് 1-ാം അധ്യായം 15-ാമത്തെ വചനം, യാക്കോബ് 1:15. അവിടെ പറയാണ്, യാക്കോബ് 1:15, ആ കൊട്ടേഷൻ മാറിപ്പോയതാണ്. യാക്കോബിൻ്റെ ലേഖനം 3:15 വന്നേ. 3:15 പെട്ടെന്ന് വായിച്ച്. എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? 3:15. ഈ ജ്ഞാനം ഉന്നതത്തിൽ നിന്നുള്ളതല്ല. കണ്ടോ, ഈ ഇസങ്ങളൊന്നും സ്വർഗത്തിൽ നിന്നുള്ളതല്ല. നമ്മൾ കണ്ട ഈ മോഡേൺലിസം, അതുപോലെ ലിബറലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം, അതുപോലെ
സെക്കുലറിസം, റിലേറ്റിവിസം, ഇതൊന്നും ഉന്നതത്തിൽ നിന്ന് അതേതാ സ്വർഗത്തിൽ നിന്നുള്ളതല്ല. ഇതൊന്നും സ്വർഗത്തിന്റെ ജ്ഞാനമല്ല. പിന്നെന്താണ്? മറിച്ച് ഭൗമികവും, ഇത് വെറും നശ്വരമായ ഭൗമികവും സ്വാർത്ഥപരവും പൈശാചികവുമാണ്. പൈശാചികവുമാണ്. ഇത് എന്റെ പഠനമല്ല. ദിസ് ഈസ് എ വേർഡ് ഓഫ് ഗോഡ്. ഇത് കർത്താവിന്റെ സത്യവചനമാണ്, ജീവനുള്ള വചനം. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക. ഇത് പൈശാചികമാണ്. ഇതിൽ സ്വർഗത്തിന്റെ ജ്ഞാനമില്ല. ഇതിൽ പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ്, സാന്നിധ്യമില്ല. ഇത് പൈശാചികമാണ്, സ്വാർത്ഥത നിറഞ്ഞതാണ്. ഇത് ഈ സംഗതി ഇതൊക്കെ എന്തിനു വേണ്ടിയ? വിശ്വാസം നശിപ്പിക്കാനുള്ള പിശാചിൻ്റെ തന്ത്രമാണ്. ഇത് മനസ്സിലാക്കണം സഹോദരങ്ങൾ. ഇന്ന് അറിഞ്ഞറിയാതെ, അതുകൊണ്ടാണ് സഭയിൽ പോലും ഇത് കടന്നുകൂടുന്നു. അതുകൊണ്ടാണ് ഇന്നേക്കാൾ 400-450 വർഷങ്ങൾക്ക് മുൻപ്, 4-4.5 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പരിശുദ്ധാത്മാവ് പരിശുദ്ധ മറിയത്തിലൂടെ ഇപ്രകാരം വെളിപ്പെടുത്തി, അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് എന്നുള്ള ആ മരിയൻ പ്രത്യക്ഷീകരണത്തിലൂടെ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന നാളുകളിലും 21-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭ സമയങ്ങളിലും സഭയിലും ക്രൈസ്തവ കുടുംബങ്ങളിലും ക്രൈസ്തവ സമൂഹങ്ങളിൽ സംഭവിക്കുന്ന ഒരു വലിയ അപജയത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ മുന്നറിയിപ്പ് എന്താണ്? 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ സത്യവിശ്വാസത്തിന് വിരുദ്ധമായ പുതിയ ആശയങ്ങൾ സഭയിൽ പോലും മുളച്ചു പൊന്തും. അതിലൊന്നാണ് സെക്കുലറിസം. അറിഞ്ഞറിയാതെയോ ഈ സെക്കുലറിസത്തിന്റെ ഒരുപാട് സ്വാധീനങ്ങൾ നമ്മുടെ സഭയെ ദുർബലമാക്കിയിട്ടുണ്ട്. സഹോദരങ്ങളെ. സഭയിൽ മുളച്ചു പൊന്തും. വീണ്ടും ആത്മാവ് മുന്നറിയിപ്പ് കൊടുത്തു. ധാർമ്മിക അപജയം മൂലം വിശ്വാസത്തിന്റെ വെളിച്ചം ഹൃദയങ്ങളിൽ കെട്ടുപോകും. അത്ര ശക്തമാണ് ഈ സെക്കുലറിസവും റിലേറ്റിവിസവും ഈ മോഡേണിസവും ഈ വക ഇസങ്ങളാൽ നമ്മുടെ മനസ്സ് അന്ധമാകുമ്പോൾ, നമ്മുടെ ഹൃദയം ഇരുട്ടിലാകുമ്പോൾ എന്ത് സംഭവിക്കും സഹോദരങ്ങളെ? എന്ത് സംഭവിക്കും? പരിശുദ്ധാത്മ പറയാ, യെശയ്യാ പ്രവചനം 5-ാം അധ്യായം 20-21 വചനങ്ങൾ നിങ്ങൾ ഉച്ചത്തിൽ വായിച്ച യെശയ്യാ പ്രവചനം 5-20-21. തിന്മയെ നന്മയെന്ന് വിളിക്കും. ഇങ്ങോട്ട് നോക്കി നിങ്ങൾ. നമ്മുടെ മനസ്സിൽ, നമ്മുടെ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞാൽ സഹോദരങ്ങളെ, ജ്ഞാനത്തിൻ്റെ വെളിച്ചം കെട്ടുപോകും. ദൈവീക ജ്ഞാന വെളിച്ചം കെട്ടുപോകും. എൻ്റെയും നിൻ്റെയും ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞാൽ പിന്നെ തിന്മകളെ നമ്മൾ നന്മകളാണ്, ഇതാണ് നന്മ എന്ന് പറയും. കള്ളുകുടിക്കുന്നത് നന്മയാണെന്ന് പറയും, വ്യഭിചാരം ചെയ്തത് നന്മയാണെന്ന് പറയും. അതിന് വേറെ പല കാര്യങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സെയിം സെക്സ്, അതിൽ ഒരു കുഴപ്പമില്ല, അത് നന്മയാണെന്ന് പറയും. അബോർഷൻ ചെയ്യുന്നത് അതിനെന്താ കുഴപ്പം? ആളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെന്താ, ആ കുഞ്ഞിനോട് നമ്മൾ കരുണ കാണിക്കില്ല എന്നൊക്കെ ന്യായീകരിച്ച് അതിന് നന്മയെന്ന് വിളിക്കും. തിന്മകളെ നന്മയെന്ന് പറയും. ആരെ? ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ നമുക്കൊക്കെ ഈ പ്രശ്നം വരാൻ സഹോദരൻ. ജ്ഞാന വെളിച്ചം നഷ്ടപ്പെട്ടു പോകുമ്പോൾ സംഭവിക്കുന്ന തകർച്ചയാണത്. തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം. എൻ്റെ ദൈവമേ, പരിശുദ്ധാത്മ പറയാ, അങ്ങനെ വിളിക്കുന്നവർക്ക് ദുരിതം. 21-ാമത്തെ വചനം നിങ്ങൾ ശ്രദ്ധിച്ച്, 21 ദുരിതം. തന്നെ ജ്ഞാനിയെന്നും സൂക്ഷ്മ ബുദ്ധിയെന്നും കരുതുന്നവന് ദുരിതം. ഞാൻ പറയുന്നതാണ് ശരി, ഇതാണ് റൈറ്റ്, ഇതാണ് സത്യം എന്നൊക്കെ പറഞ്ഞ് തിന്മകളെ ന്യായീകരിച്ചുകൊണ്ട് അത് ഉയർത്തിക്ക, അതിന് മഹത്വവൽക്കരിക്കും. ഇന്ന് ഒത്തിരി മീഡിയാസും ഒക്കെ ഇന്ന് നിങ്ങൾ ചിന്തിക്കണം, ഒരുപാട് തിന്മകളെ മഹത്വവൽക്കരിക്കുകയാണ്. അനേകം കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് യുവജനങ്ങൾ, ഇതാണ് റിയൽ, ഇതാണ് സത്യം, ഇതാണ് ട്രൂത്ത് എന്ന് വിചാരിച്ച് അതിൻ്റെ പുറകെ പോവുക. നമുക്കറിയാം, മീഡിയകൾക്കൊക്കെ ഒരുപാട് സ്വാധീനമുണ്ട് ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ടാണ് സത്യവിശ്വാസം പ്രഘോഷിക്കുന്ന, സത്യവിശ്വാസം പഠിപ്പിക്കുന്ന മാധ്യമങ്ങൾ ഈ തലമുറയിൽ ധാരാളമായി ഉണർന്നു വരണം. അങ്ങനെയുള്ള മീഡിയകൾ ഉണ്ടാകണം. ഒരു ഭാഗത്ത് വിശ്വാസം നശിപ്പിക്കാൻ പിശാച് ഘോരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, മറുഭാഗത്ത് സത്യവിശ്വാസത്തെ പ്രഘോഷിക്കുവാനും മനുഷ്യ ഹൃദയങ്ങളിൽ ഈ വിശ്വാസത്തിൻ്റെ തീ കത്തിക്കുന്ന
മാധ്യമങ്ങൾ ഈ കാലഘട്ടത്തിൻ്റെ വലിയ വലിയ ആവശ്യങ്ങളാണ് സഹോദരങ്ങളെ, വലിയ ആവശ്യങ്ങളാണ്. ഇത് നിങ്ങൾക്കറിയോ, ദൈവത്തിൻ്റെ വചനം പറയുന്നില്ല. റോമക്കാർക്കുള്ള ലേഖനം 1-ാം അധ്യായത്തിൽ വീണ്ടും പരിശുദ്ധ വചനം പറയുന്നുണ്ട്. റോമക്കാർക്കുള്ള ലേഖനം അവിടെ 1-ാം അധ്യായം, കർത്താവേ ഞങ്ങളോട് സംസാരിക്കണമേ. ആ വചനം നിങ്ങളിത് ശ്രദ്ധിച്ച് 1-ാം അധ്യായത്തിലെ എന്താണ് നമ്മൾ കാണുന്നത്? അവിടെ 26-27 വചനങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അക്കാരണത്തെ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവിടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ അതാണ് സെയിം സെക്സ്. ഇത് പിശാചിന് വലിയൊരു ഐഡിയോളജിയാ. ദൈവം സ്ഥാപിച്ച സ്വാഭാവിക കുടുംബ സംവിധാനങ്ങളെ തകിടം മറിച്ചുകൊണ്ടുള്ള പൈശാചികമായ സംവിധാനങ്ങൾ. ഇതൊന്നും ഉന്നതത്തിൽ നിന്നുള്ളതല്ല, ഇതെല്ലാം പൈശാചികമാണെന്ന് വ്യക്തമായി യാക്കോബ് ശ്ലീഹ സഭയെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിലൊന്നും സ്നേഹമില്ല, വെറും ജഡം, വെറും ഫ്ലഷാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ സഹോദരങ്ങളെ. അവിടെ എവിടെയാ പ്യുവറായിട്ടുള്ള ലവ്, നിഷ്കളമായ സ്നേഹമില്ല സഹോദരങ്ങളെ. സ്ത്രീകൾ തമ്മിൽ, പുരുഷന്മാർ തമ്മിൽ ലജ്ജാകരമായ പാപങ്ങളിൽ കണ്ടു പരസ്പര ആസക്തിയിൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. ഇത് അനേകം ലോകരാജ്യങ്ങളിൽ ഈ സെയിം സെക്സ്, ഇത് ആരുടെ ഐഡിയോളജിയാ? പിശാചിൻ്റെ ഐഡിയോളജിയാ സഹോദരങ്ങളെ. ഇത് സത്യവിശ്വാസമല്ല. സത്യവിശ്വാസം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാ സെയിം സെക്സ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക? സെയിം സെക്സിൽ ജീവിക്കാൻ പറ്റുക? അത് ദൈവവചനത്തിന് വിരുദ്ധമാണ്. അത് തിരുസഭയുടെ സത്യപ്രബോധനങ്ങൾക്ക് വിരുദ്ധമായ അതികഠിനമായൊരു പാപപ്രവൃത്തിയാണ്. സോദോം ഗോമോറയുടെ പാപമാണ്. ഇന്ന് ഏകദേശം 40-ൽ പരം ലോകരാജ്യങ്ങൾ സെയിം സെക്സ് ലീഗലൈസ് ചെയ്ത് കഴിഞ്ഞു. രാജ്യങ്ങളുടെ പേര് ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്കൊന്ന് പറയാം. നമ്മൾ ഇതിനൊക്കെ വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഇതെല്ലാം വിശ്വാസത്യാഗത്തിൻ്റെ അടയാളങ്ങളാണ്. സത്യവിശ്വാസത്തെ നശിപ്പിക്കുവാൻ ഉള്ള പിശാചിൻ്റെ ഐഡിയോളജികളാണ് ഇതിൻ്റെ പുറകിൽ. കണ്ടു, ആ രാജ്യങ്ങളിൽ ലിസ്റ്റ് നിങ്ങൾ നോക്കിക്കേ. അത് 1-2 രാജ്യങ്ങളല്ല, 40-ൽ പരം, ഏകദേശം 46ഓളം രാജ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിവിധ രാജ്യങ്ങൾ നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത്, എൻ്റെ സഹോദരങ്ങൾ, ഇന്ന് ഇതുപോലെ ഇത്തരത്തിലുള്ള തിന്മകൾ, വിശ്വാസത്തിന് വിരുദ്ധമായ ആശയങ്ങൾ ലോകരാജ്യങ്ങളിൽ, ജനതകളിൽ, കുടുംബങ്ങളിൽ, വ്യക്തിജീവിതങ്ങളിൽ അത്രമാത്രം സ്വാധീനം ചെലുത്തിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് 10-ാം പീസ് മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നുണ്ട്. മാർപ്പാപ്പയുടെ ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാ രാജ്യങ്ങളിലും വിശ്വാസത്യാഗത്തിൻ്റെ ഒരു വലിയ മുന്നേറ്റം ഏകലോക സഭയുടെ സ്ഥാപനത്തിനായി സംഘടിപ്പിക്കപ്പെടുന്നു. അതിൽ വിശ്വാസ സത്യങ്ങൾക്കോ അധികാര ശ്രേണികൾക്കോ അച്ചടക്ക നിയമങ്ങൾക്കോ വികാര നിയന്ത്രണങ്ങൾക്കോ സ്ഥാനമുണ്ടാകില്ല. സ്വാതന്ത്ര്യത്തിൻ്റെയും മാനുഷിക അന്തസ്സിൻ്റെയും പേരിൽ വഞ്ചനാപരമായ ഭരണം വരും. വഞ്ചനാപരമായ ഭരണം ഇന്ന് ലോകരാജ്യങ്ങളിൽ അത് സംഭവിക്കുകയാണ്. ഇതുപോലുള്ള പാപകരമായ നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നു. അതിലൂടെ എന്ത് സംഭവിക്കുന്നു? വിശ്വാസം നശിച്ചു പോകുന്നു, വിശ്വാസം ക്ഷയിക്കുന്നു. നമ്മുടെ അനേകം കുഞ്ഞുങ്ങൾ, ടീനേജേഴ്സ്, യുവജനങ്ങൾ എല്ലാം ഇങ്ങനെയുള്ള ഐഡിയോളജികളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അതുപോലെ മറ്റൊന്നാണ് ജെൻഡർ ഐഡിയോളജി. ഇത് പിശാചിൻ്റെ മറ്റൊരു തന്ത്രമാണ് സഹോദരങ്ങളെ. പല വിദേശ രാജ്യങ്ങളിൽ ശുശ്രൂഷകൾക്ക് പോകുമ്പോൾ പല പേരൻസും വേദനയോടുകൂടി പറയാണ്. മകൻ പറയുന്നു, പപ്പേ എനിക്ക് ഗേളാകണം. അവൻ ബോയാണ്, ആൺകുട്ടിയാണ്. ആൺകുട്ടിക്ക് പെൺകുട്ടിയാകണം. അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും സാധ്യതകളും അധികാരികളും അതിനു വേണ്ട പഠിപ്പിക്കുന്ന ടീച്ചേഴ്സൊക്കെ അതിനു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. എത്ര പേരൻസാണ് കണ്ണീരൊടുക്കുന്നതെന്നറിയോ ജെൻഡർ മാറാനായിട്ട്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് അവരെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. ആകെ 2 ജെൻഡറുള്ളൂ, പുരുഷൻ ആൻഡ് സ്ത്രീ. ഇന്ന് 100 കണക്കിന് ജെൻഡറുകൾ ഇന്ന് തെളിയിക്കപ്പെട്ടിരിക്കുക സഹോദരങ്ങളെ. ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ഇതിലൂടെ എല്ലാം എന്താ സംഭവിക്കുന്നത്? വിശ്വാസമില്ലാതാകുന്നു. ഇതെല്ലാം വിശ്വാസത്യാഗത്തിൻ്റെ അടയാളങ്ങളാണ്. വിശ്വാസത്യാഗത്തിൻ്റെ അടയാളങ്ങളാണ്. കർത്താവിൻ്റെ ജീവനുള്ള വചനം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ സത്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്
സത്യവിശ്വാസത്തിന്, സത്യപ്രബോധനങ്ങൾക്ക് വിരുദ്ധമായ ചില ടീച്ചിങ്സ്, ആ പ്രബോധനങ്ങളിലൂടെ അനേക മനുഷ്യാത്മാക്കളിൽ വിശ്വാസത്തിന് വെളിച്ചം കെട്ടുപോകുന്നു. എസെക്കിയേൽ പ്രവചനം 22-ാം അധ്യായം 26-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നുണ്ട്, പുരോഹിതന്മാർ മാത്രമല്ല, ഇത് കർത്താവ് വിളിച്ച തെരഞ്ഞെടുത്ത ഓരോ വ്യക്തിക്കുമുള്ള സന്ദേശമാണ്. അവരുടെ പുരോഹിതന്മാർ എൻ്റെ നിയമം ലംഘിക്കുന്നു. കർത്താവ് വേദനയോടുകൂടി പറയാ, അവരെൻ്റെ വിശുദ്ധ വസ്തുക്കളെ മലിനമാക്കുന്നു. വിശുദ്ധവും അശുദ്ധവും തമ്മിൽ അവർ അന്തരം കാണുന്നില്ല. വിശുദ്ധവും അശുദ്ധവും തമ്മിൽ അവർ അന്തരം കാണുന്നില്ല. തുടർന്ന് എന്താ പറയുന്നത്? നിർമ്മലവും മലിനവും തമ്മിലുള്ള വ്യത്യാസം അവർ പഠിപ്പിക്കുന്നില്ല. ഇതാണ് സത്യം, ഇത് തെറ്റാണ്, ഇതാണ് നിർമ്മലമായിട്ടുള്ളത്, ഇത് മലിനമാണ്, ഇത് വിശുദ്ധിയാണ്, ഇത് അശുദ്ധിയാണ് എന്നുള്ള ആ വ്യത്യാസം, അതിൻ്റെ അന്തരം അവർ പഠിപ്പിക്കുന്നില്ല. എൻ്റെ സാബത്തുകൾ അവർ അവഗണിക്കുന്നു. തന്മൂലം അവരുടെ ഇടയിൽ ഞാൻ അപമാനിതനായിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഈ തലമുറയിൽ ധീരതയോടെ നമ്മൾ സത്യവിശ്വാസം പഠിപ്പിക്കണം. തിരുസഭയുടെ സത്യപ്രബോധനങ്ങൾ ഈ തലമുറയ്ക്ക് പകർന്നു കൊടുക്കണം. മക്കളെ, ഇതാണ് വിശുദ്ധി, ഇത് അശുദ്ധിയാണ്, അത് തമ്മിലുള്ള അന്തരം കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കണം. പരിശുദ്ധാത്മാവ് വേദനയോടുകൂടി പറയാ, അത് പഠിപ്പിക്കാൻ വിളിക്കപ്പെട്ട നമ്മളിൽ അനേകര് പലപ്പോഴും അത് പഠിപ്പിക്കാത്തത് കൊണ്ട് ഈ തലമുറ വിശ്വാസത്തിൽ നകന്നു പോകുന്നു. വിശ്വാസരാഹിത്യത്തിലേക്ക് അവർ അറിഞ്ഞറിയാതെ സെക്യുലറായി, ലിബറലായി അവർ മാറുകയാണ്. സഹോദരങ്ങളെ, അവർ അന്തരം പഠിപ്പിക്കുന്നില്ല, അവർ വ്യത്യാസം കാണിച്ചു കൊടുക്കുന്നില്ല. നമ്മൾ കാണിച്ചു കൊടുക്കണ്ടേ? ഇതാണ് റൈറ്റ്, ഇതാണ് വചനം പറയുന്നത്, ഇതാണ് വചനം പഠിപ്പിക്കുന്ന സത്യം, ഇത് ദൈവവചനത്തിന് വിരുദ്ധമാണ്, ഇത് വചനത്തിൽ അടിസ്ഥാനമില്ല, ഇത് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നതാണ് എന്നുള്ള ആ അന്തരം. എന്താണ് വചനത്തിൽ അടിസ്ഥാനമുള്ളത്, എന്താണ് അടിസ്ഥാനമില്ലാത്തത്, എന്താണ് നമ്മുടെ വിശ്വാസം, ഇത് കൃത്യതയോടുകൂടി തലമുറയെ ബോധ്യപ്പെടുത്തിയാൽ എനിക്ക് ഉറപ്പുണ്ട് അനേക യുവജനങ്ങൾ സത്യവിശ്വാസത്തിൻ്റെ തീനാവുകളായിട്ട് മാറും. നമ്മുടെ തലമുറ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരെ നമ്മുടെ മക്കളല്ല, നമ്മൾ ഓരോരുത്തരുമാണ്. കർത്താവിൻ്റെ മുമ്പിൽ ഒത്തിരി നമ്മൾ അനുദപിക്കണം, നമ്മൾ അനുദപിക്കേണ്ടി വരും. അവർക്ക് ശരിയായി വിശ്വാസം കൊടുക്കുന്നില്ല, കൃത്യമായി വിശ്വാസം അവരെ പഠിപ്പിക്കുന്നില്ല. കാറ്റഗിസം, മതബോധനമൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ നമ്മുടെ മതബോധനത്തിൽ കൃത്യമായ വിശ്വാസം നമ്മൾ പരിശീലിപ്പിക്കുന്നുണ്ടോ, പഠിപ്പിക്കുന്നുണ്ടോ നമ്മൾ പരിശോധിക്കണം. 12 വർഷം കാറ്റഗിസം കഴിഞ്ഞിട്ടും ആരാണ് യേശു, ഹൂ ഈസ് ജീസസ് എന്ന് ചോദിച്ചാൽ ജീസസ് തന്നെ. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ മക്കൾക്കൊരു പേഴ്സണൽ എൻകൗണ്ടർ പറയാൻ, അവരുടെ വിശ്വാസം ഉറപ്പിച്ചു പറയാൻ എല്ലാവർക്കും എന്നല്ല ഞാൻ പറയുന്നത്, കുറച്ചൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നുണ്ട്. അത് വീട്ടിൽ നിന്ന് അവർക്ക് ആ ഫോർമേഷൻ കിട്ടുന്നത് കൊണ്ടാണ്. അനേകം കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നില്ല. സഹോദരങ്ങളെ, സത്യവിശ്വാസം നമ്മൾ കൃത്യമായി പരിശീലിപ്പിക്കുന്നതിൽ ജാഗ്രതയുള്ളവരാണോ എന്ന് ഈ സമയം നമ്മൾ പരിശോധിക്കണം. നമ്മുടെ തലമുറ ഇന്ന് വിശ്വാസം നഷ്ടപ്പെട്ട് ജീവിക്കുന്നെങ്കിൽ അതിൻ്റെ ഒരു കാരണം നമ്മൾ അവർക്ക് വിശ്വാസം കൊടുക്കാത്തത് കൊണ്ടാണ്. അന്തരം കാണിച്ചു കൊടുക്കുന്നില്ല, അന്തരം പറയുന്നില്ല. നമ്മൾ എന്തിന് യെസ് മൂളാണ്. കാരണം അല്ലെങ്കിൽ അവൾക്ക് കുഴപ്പമോ, അല്ലെങ്കിൽ ഇവൻ വിട്ടുപോയാലോ, ഇവൻ പള്ളിയിൽ വന്നില്ലെങ്കിലോ, ഇവൻ അല്ലെങ്കിൽ സഭയ്ക്കെതിരായാലോ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും യെസ് എന്ന് പറഞ്ഞ് പലപ്പോഴും കോംപ്രമൈസ് ചെയ്യുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് വിശുദ്ധി, ഏതാണ് അശുദ്ധി, ഏതാണ് റിയൽ ഫെയ്ത്ത് എന്ന് നമ്മുടെ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ഒരു കൺഫ്യൂഷൻ, ഭയങ്കരമായ കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നു. അവർ വ്യതിചലിച്ചു പോകുന്നു. വ്യക്തമായി പരിശുദ്ധാത്മ പറയുക, വ്യത്യാസം പഠിപ്പിക്കണം, അന്തരം പഠിപ്പിക്കണം. ശരിയായ വിശ്വാസം നമ്മൾ പരിശീലിപ്പിക്കണം, പ്രഘോഷിക്കണം. അത് നമ്മുടെ തലമുറയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു സെക്കൻഡ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കർത്താവേ, ഒരു അനോയിന്റിങ് തരണമേ. സത്യവിശ്വാസത്തിനെതിരായി പിശാച് കൊണ്ടുവരുന്ന ഫിലോസഫികള്, സാത്താന്യ ഐഡിയോളജികള്, കർത്താവെ അവന്റെ ഇസങ്ങളെല്ലാം അങ്ങ് കർത്താവെ നിർവീര്യമാകട്ടെ. സത്യവിശ്വാസം ധീരതയോടെ പ്രഘോഷിക്കുവാൻ, ഈ വിശ്വാസം ഈ തലമുറയ്ക്ക് കൈമാറി കൊടുക്കുവാൻ, സത്യവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ യുവജനങ്ങളെ, കുഞ്ഞുങ്ങളെ, തലമുറകളെ ഉറപ്പിച്ചു നിർത്തുവാൻ
ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. കുടുംബങ്ങൾ അഭിഷേകം ചെയ്യണമേ, തലമുറകൾ അഭിഷേകം ചെയ്യണമേ, വിശ്വാസ പ്രഘോഷകർ അഭിഷേകം ചെയ്യണമേ, വിശ്വാസ പരിശീലകർ അഭിഷേകം ചെയ്യണമേ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ് അഭിഷേകം ചെയ്യണമേ. കരമുയർത്തിയൊറ്റ വിളി, പരിശുദ്ധാത്മാവേ. വിളിച്ചു വിളിച്ചു പ്രാർത്ഥിച്ചു. ആത്മശക്തി നിറയട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. വലിയ anointing, anointing, anointing. പിശാചിന്റെ ഫിലോസഫികളെ പിഴുതുകളഞ്ഞ് അനേക മനുഷ്യ മനസ്സുകളിൽ സത്യവിശ്വാസം ഉറപ്പിക്കുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. ഈ തലമുറയ്ക്ക് സത്യവിശ്വാസം പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ തീഷ്ണതയുള്ളവരാക്കണമേ, ഞങ്ങളെ ധീരതയുള്ളവരാക്കണമേ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കരമടിച്ച് കരമടിച്ച് ഈ അഭിഷേകം ഏറ്റെടുക്ക്. നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ സഭയിൽ, നമ്മുടെ സമർപ്പിത സമൂഹങ്ങളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ ഈ അഭിഷേകം ഏറ്റെടുത്ത് നമുക്ക് ഒന്നിച്ചു പാടി പ്രാർത്ഥിക്കാം. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ഹല്ലേലൂയ, ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ സ്തുതിക്കുന്ന ഞാൻ ആ കൃപയാ. സത്യവിശ്വാസം പഠിപ്പിക്കുവാനും ഈ വിശ്വാസം പ്രഘോഷിക്കുവാനും ഞങ്ങൾ തലമുറയ്ക്ക് കൈമാറി കൊടുക്കുവാനും കർത്താവേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. Anoint us, anoint us. സത്യവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ തലമുറയെ ഉറപ്പിച്ചു നിർത്തുവാൻ പരിശുദ്ധാത്മാവേ കൃപ ചെയ്യണമേ, കൃപ ചെയ്യണമേ, കൃപ ചെയ്യണമേ, കൃപ ചെയ്യണമേ. ആമേൻ. ഫെയ്ത്ത് ബിൽഡേഴ്സായി വിശ്വാസത്യാഗം സംഭവിക്കുന്ന ഈ തലമുറയിൽ സത്യവിശ്വാസത്തെ പടുത്തുയർത്തുന്ന ഫെയ്ത്ത് ബിൽഡേഴ്സായി പരിശുദ്ധാത്മാവിന് നമ്മെ ആവശ്യമുണ്ട്. ആർ യു റെഡി? ആത്മാവ് നൽകുന്ന ഈ കോളിനോട്, ഈ മിഷനോട് യെസ് പറയാൻ എത്ര പേർക്ക് തീരുമാനമുണ്ട്? ഐ ആം റെഡി ലോർഡ്. ഈ തലമുറയിൽ ഒരു ഫെയ്ത്ത് ബിൽഡറായി അവിടുന്ന് എന്നെ ഉപയോഗിക്കണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. വിശ്വാസത്തെ പടുത്തുയർത്തുന്നവളായി എന്നെ ഉപയോഗിക്കണമേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാനും തീരുമാനമെടുക്കാനും പറ്റും? സഹോദരങ്ങളെ, നമ്മൾ ഇന്നത്തെ വചന ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ കാലഘട്ടത്തിലുള്ള പിശാചിൻ്റെ മറ്റൊരു ചതിയാണ് വിശ്വാസത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള, നമുക്കറിയാം, ന്യൂ ഏജ് മൂവ്മെൻറ്റ്, നവയുഗ പ്രസ്ഥാനങ്ങൾ. അതിന് ഒത്തിരിയേറെ ശാഖകളുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇതിലൂടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അത് ഒന്ന് ഡിസ്പ്ലേ ചെയ്യുകയാണ്. നമുക്കതൊന്ന് ശ്രദ്ധിക്കാം. വർദ്ധിച്ചു വരുന്ന സാത്താൻ ആരാധനകൾ നമ്മൾ സോഷ്യൽ മീഡിയ, മറ്റ് മീഡിയ വഴിയൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. പലയിടങ്ങളിൽ നടക്കുന്ന പൈശാചിക ആരാധനകൾ, സാത്താന്യ ആരാധകരുടെ പലവിധത്തിലുള്ള പ്രവർത്തനങ്ങൾ. ഇതുമാത്രം യുവമക്കളാണ്, യുവജനങ്ങളിൽ അനേകം കുടുംബസ്ഥര് പോലും ഇങ്ങനെയുള്ള സംഘങ്ങളിലേക്ക് ആകൃഷ്ടരായി
ജീവിക്കുന്നു. ക്രിസ്തുവിനെ അവഹേളിക്കുന്ന സിനിമകൾ നമ്മൾ ഒത്തിരി കാണുന്നുണ്ട്. വിശ്വാസത്തെ അവഹേളിക്കുന്ന സിനിമകൾ, പുസ്തകങ്ങൾ എന്നിവയുടെ പെരുപ്പവും സഭയെയും പൗരോഹിത്യത്തെ അവഹേളിക്കുന്ന മാധ്യമങ്ങളും സ്വർഗ സെയിം സെക്സിന് ലഭിക്കുന്ന സ്വീകാര്യതയും ന്യൂ ഏജ് പ്രസ്ഥാനം എത്രമാത്രം സമൂഹത്തെ കീഴടക്കി കഴിഞ്ഞു എന്നതിന് തെളിവാണ്. നിലവിലുള്ള വിശ്വാസങ്ങളെയും ധാർമ്മികതയെയും തകർത്തുകൊണ്ട് പുതിയൊരു ലോകക്രമത്തെ സൃഷ്ടിക്കാനുള്ള അക്വേറിയൻ കോൺസ്പിറൻസിയുടെ ഭാഗമായി നാം ഇനിയും മനസ്സിലാക്കിയിട്ടില്ല ഇതിനെ. അക്വേറിയൻ കോൺസ്പിറൻസി എന്ന് പറയുന്നൊരു പുസ്തകമാണ്. അതൊരു കണ്ടൻ്റാണ്, വെറും പൈശാചി ഇതുപോലുള്ള തിന്മകൾ നിറഞ്ഞൊരു കണ്ടൻറ്റ്. ആ കണ്ടൻറ്റിൽ നിന്നാണ് ഇതുപോലെ ന്യൂ ഏജ് മൂവ്മെൻറ്റുകളുടെ ഇത്തരത്തിലുള്ള ശാഖകൾ, ബ്രാഞ്ചസ് എല്ലാം ഇന്ന് ലോകം മുഴുവൻ വളരെ സ്വാധീനതയിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. ജനകോടികളുടെ മനുഷ്യ ഹൃദയങ്ങളെ ഇതെല്ലാം ഇന്ന് കീഴടക്കി കഴിഞ്ഞു. അവരിൽ വിശ്വാസ വെളിച്ചം കെട്ടുപോയി. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കണ്ണുനീരോടെ വിശ്വാസം വർദ്ധിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഒപ്പം വിശ്വാസത്തെ പടുത്തുയർത്തുന്ന ഫെയ്ത്ത് ബിൽഡേഴ്സായി, പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ ഉപകരണങ്ങളായി നമ്മളെല്ലാം മാറ്റപ്പെടുവാൻ ആ ഒരു സമർപ്പണത്തിലേക്ക് നമ്മൾ വരണം. വിശ്വാസത്തിൻ്റെ ആത്മാവെന്ന ശുശ്രൂഷ വഴി അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കുടുംബങ്ങളോട് ആവശ്യപ്പെടുന്നത്, വ്യക്തിജീവിതങ്ങളോട് ആവശ്യപ്പെടുന്നത്, സമർപ്പിത സമൂഹങ്ങളോട്, വൈദിക കൂട്ടായ്മകളോട് കർത്താവ് ആവശ്യപ്പെടുന്നത് ഈ ഒരു സമർപ്പണമാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, വീണ്ടും നമ്മൾ കാണുകയാണ് ചില സത്യവിശ്വാസത്തിന് വിരുദ്ധമായ ചില ടീച്ചിങ്സ്, ചില പ്രബോധനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വെളിപാട് പുസ്തകം 2-ാം അധ്യായം 15-16 വചനങ്ങളിൽ അവിടെ പരിശുദ്ധാത്മ പറയുന്നൊരു കാര്യമുണ്ട്. നിക്കോളസ് പക്ഷക്കാരുടെ, അതുപോലെ തന്നെ നിക്കോളവസ് പക്ഷക്കാരുടെ പ്രബോധനങ്ങളെ മുറുകെ പിടിക്കുന്നവരും അവിടെയുണ്ട്. അത് ഒരു തെറ്റായ പഠനമാണ്. സഭയുടെ പ്രബോധനങ്ങൾക്കും വിശ്വാസത്തിന് വിരുദ്ധമായ ഒരു ടീച്ചിങ് ആയിരുന്നു ഈ നിക്കോളസ് പക്ഷക്കാരുടെ പ്രബോധനം. നമ്മൾ ശ്രദ്ധിക്കണം, ഇതുപോലെയുള്ള പ്രബോധനങ്ങൾ ഈ കാലഘട്ടത്തിലുമുണ്ട് എന്ന് കർത്താവ് നമ്മളെ അറിയിക്കുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 1-ാം വചനത്തിൽ, ചാപ്റ്റർ 4 വേഴ്സ് 1, 1 യോഹന്നാൻ 4:1 എന്താണ് വചനം പറയുന്നത്? നിങ്ങൾ എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്, എല്ലാ ആത്മാക്കളുടെയും പുറകെ നിങ്ങൾ പോകരുത്. പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. ഈ ആത്മാക്കൾ ദൈവത്തിൽ നിന്നാണോ എന്ന് നിങ്ങൾ വിവേചിക്കണം. കാരണം പല വ്യാജ പ്രവാചകന്മാർ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നുവെന്ന് വ്യക്തമായി യോഹന്നാൻ ശ്ലീഹ പഠിപ്പിക്കുകയാണ്. അതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമാണ് യൂണിവേഴ്സലിസം. നമ്മൾ പിശാച് രൂപം കൊടുത്ത ആ ഫിലോസഫികളിൽ കണ്ട ഒന്നാണ് യൂണിവേഴ്സലിസം. ഈ യൂണിവേഴ്സലിസം ഇന്ന് പലപ്പോഴും നമ്മുടെ സഭയിൽ പോലും ഈ പ്രബോധനങ്ങൾ, ഇതിൻ്റെ പ്രചാരകരെ പലതും കടന്നു വരുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇത് സഭയുടെ പ്രബോധനമോ സത്യപഠനമോ അല്ല. യൂണിവേഴ്സലിസം പ്രചരിപ്പിക്കുന്നവരെ, അത് പഠിപ്പിക്കുന്നവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു 4-5 കാര്യങ്ങൾ ഞാൻ ഒന്ന് വായിക്കാൻ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഇവർ പറയുന്ന 1-ാമത്തെ വാദം ഇതാണ്. എന്താണ് പറയുന്നത്? ഇവർ പറയുന്ന കാര്യം ഇതാണ്: ദൈവം അനന്ത സ്നേഹവും കരുണാമയനുമായതിനാൽ മനുഷ്യരുടെ പാപങ്ങൾ പരിഗണിക്കുന്നില്ല. നമ്മുടെ പാപങ്ങൾ ദൈവം പരിഗണിക്കും. നമ്മൾ എങ്ങനെ ജീവിച്ചാലും ദൈവം സ്നേഹവും കരുണാമയനുമാണ്. അതുമായി യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അവിടെ ജീവിത വിശുദ്ധിക്കോ ജീവിത നവീകരണത്തിനോ വിശുദ്ധ ജീവിതത്തിനോ ഒന്നും അവിടെ പ്രാധാന്യമില്ല. ഞാൻ എങ്ങനെ ജീവിച്ചാലും കർത്താവിൻ്റെ കരുണയും സ്നേഹവും അതിൽ നിന്നെല്ലാം എന്നെ വിമുക്തനാക്കും. അപ്പോൾ ഭയങ്കര ഫ്രീഡമാണ് അവിടെ. ഇതൊരിക്കലും നമ്മുടെ കർത്താവ് പഠിപ്പിച്ചിട്ടില്ല. കർത്താവ് കരുണാമയനാണ്. അവൻ അനന്തമായ സ്നേഹത്തിൻ്റെ രാജാവാണ് നമ്മുടെ കർത്താവ്. പക്ഷേ എന്ന് വിചാരിച്ച് നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ഈ സ്നേഹവും കരുണയും നമ്മോട് ആവശ്യപ്പെടുന്നത് യഥാർത്ഥ മാനസാന്തരത്തിൻ്റെയും ദൈവകൃപയുടെയും ജീവിതം നയിക്കാനാണ്. അത് നയിക്കാതെ എനിക്കിഷ്ടപ്പെട്ടതുപോലെ ജീവിച്ച് കർത്താവ് സ്നേഹവും കരുണാമയനാണെന്ന് പറഞ്ഞാൽ അത് വളരെ ഡേഞ്ചറസ് ആണ്. നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതൊരു കാര്യം, അതുകൊണ്ട് തന്നെ
അതുകൊണ്ട് തന്നെ ആകയാൽ നരകമില്ല. നരകത്തിൽ ആരും ശരിയാണ്, ദൈവം ആരെയും നരകത്തിൽ തള്ളിയിടുന്നില്ല. നരകം നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല. എന്നാൽ അത് പിശാചിനും അവൻ്റെ കൂട്ടാളികൾക്കുള്ളതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, സഭ പഠിപ്പിക്കുന്നുണ്ട്, അനുതാപമില്ലാതെ മാരകപാപത്തിൽ ജീവിച്ച ഒരു ആത്മാവ് അനുതാപമില്ലാതെ മരിച്ചാൽ ഉടൻ നരകത്തിൽ നിബന്ധിക്കുമെന്ന് കർത്താവ് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കില്ല എങ്കിൽ അവിടെയാണ് നമ്മുടെ വിശുദ്ധിയുടെ ജീവിത വിശുദ്ധിയും അതിൻ്റെ നിർമ്മലതയെല്ലാം വരുന്നത്. അപ്പോൾ നരകം ഒരു യാഥാർത്ഥ്യമാണ്. നരകത്തിൻ്റെ അസ്തിത്വത്തെ കർത്താവ് സ്ഥിരീകരിക്കുന്നുണ്ട്. അത് പരിശുദ്ധ സഭ, തിരുസഭയും ആ പ്രബോധനത്തെ സ്ഥിരീകരിക്കുന്നുണ്ട്, നരകത്തിൻ്റെ അസ്തിത്വത്തെ സ്ഥിരീകരിക്കുന്നുണ്ട്. മൂന്നാമത് പറയുന്നൊരു കാര്യം ഇതാണ്: മനുഷ്യൻ കേവലം ഒരു സൃഷ്ടി മാത്രമാണ് എന്നതിനാൽ അവൻ്റെ തെറ്റുകൾ അപരിമേയവനായ ദൈവത്തെ തെല്ലും സ്വാധീനിക്കുന്നില്ല. ദൈവത്തിന് മുമ്പിൽ മനുഷ്യരുടെ പാപങ്ങൾ പരിഗണിക്കപ്പെടാൻ മാത്രം ഗൗരവമുള്ളതല്ല. കണ്ടോ, പാപത്തെ ലഘുവായി ചിത്രീകരിക്കുക, പാപത്തെ ലാഘവമായി കാണുന്നു. ഇപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായി കർത്താവ് ശക്തമായി നമ്മളെ പഠിപ്പിച്ചൊരു സത്യമാണത്. അനുതപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നാശമെന്ന്, അനുതപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അതുപോലെ നശിക്കുമെന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുള്ള വലിയൊരു സത്യമാണ്. അപ്പോൾ പാപത്തെ പാപമായി കാണാതെ അതിനെ ലാഘവമായി നിസ്സാരമായി ചിത്രീകരിക്കുക. ഇന്ന് ഇതെല്ലാം പലപ്പോഴും സംഭവം വെറും ഭൗതികത, ഒത്തിരി ഭൗതികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുക, ഭൗതികതയുടെ സുവിശേഷം. നാലാമത്തെ ഒരു കാര്യമാണ് സഹോദരങ്ങളെ, എന്താ പറയുന്നത്? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവനോടുകൂടി സ്വർഗത്തിൽ ഇരുത്തപ്പെട്ട് കഴിഞ്ഞു എന്നതിനാൽ രക്ഷയ്ക്കായി ഇനി നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല. ശരിയാണ്, കർത്താവ് നമ്മളെ നിത്യമായി രക്ഷിച്ചു. എന്നാൽ ആ രക്ഷയുടെ ജീവിതം ഈ ലോകത്തിൽ ഞാനും നിങ്ങൾ നയിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. രക്ഷയുടെ ജീവിതം നമ്മൾ കർത്താവിനെ രക്ഷിച്ചു എന്നും പറഞ്ഞ് എനിക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ പറ്റില്ല സഹോദരങ്ങളെ. കർത്താവ് നേടിത്തന്ന രക്ഷ നമ്മൾ ജീവിക്കേണ്ടതുപോലെ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് തരുന്നത്. അപ്പോൾ യേശുക്രിസ്തു എനിക്ക് നേടിത്തന്ന ആ സൗജന്യ രക്ഷയിൽ ഞാൻ ജീവിക്കുമ്പോൾ, ആ രക്ഷയുടെ ജീവിതം ഞാൻ ഈ ലോകത്തിൽ നയിക്കുമ്പോൾ, എൻ്റെ കർത്താവിനോട് ഐക്യപ്പെട്ട് എൻ്റെ കർത്താവിനോട് ചേർന്നുകൊണ്ടുള്ളൊരു ജീവിതമാകുമ്പോഴാണ് അവനോടുകൂടെ നിത്യമഹത്വത്തിൽ വസിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം ലഭിക്കുന്നത്. അഞ്ചാമത് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. എന്താണ് പറയുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കുക. മാമോദി സ്വീകരിച്ച വ്യക്തിയിൽ മായാത്ത മുദ്ര ഉള്ളതിനാൽ അയാൾ എങ്ങനെ ജീവിച്ചാലും സ്വർഗത്തിലെത്തും എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. എന്ത് മുത്തൻ തെറ്റാണ് സഹോദരങ്ങളത്! ഇതെല്ലാം സത്യവിശ്വാസത്തിന് വിരുദ്ധമാണിത്. അനേകര് ഈ ഫെയ്ത്ത് അകന്നു പോവാണ്. മാമോദീസ സ്വീകരിച്ച വ്യക്തിയിൽ മായാത്ത മുദ്രയുള്ളത് കൊണ്ട് ആ വ്യക്തി എങ്ങനെ ജീവിച്ചാലും അത് ആ പ്രശ്നമില്ല, ദൈവത്തിൻ്റെ കരുണ അവനെ സ്വർഗത്തിലെത്തിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സത്യവചനം എന്താ പറയുന്നത്? അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. വെളിപാട് 21:27 കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുക. മ്ലേച്ഛമായതും കൗഢല്യമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കില്ല, സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ഈ വചനം നമുക്ക് ഇതുപോലെ 100 കണക്കിന് വചനമുള്ളപ്പോൾ ഞാൻ എങ്ങനെ ജീവിച്ചാലും, ഞാൻ മാമോദീസ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വർഗത്തിലെത്തുമെന്നുള്ള പഠനം അത് കർത്താവിൻ്റെ സത്യസുവിശേഷമല്ല, സത്യപഠനമല്ല, അത് യൂണിവേഴ്സലിസമാണ്. അപ്പം എൻ്റെ സഹോദരൻ, ഞാൻ ഇത്രയും നിങ്ങളോട് പങ്കുവെച്ച് മറ്റൊന്നിനും വേണ്ടിയല്ല. ഇതുപോലെയുള്ള പൈശാചിക പ്രബോധനങ്ങൾ, സാത്താന്യ ഐഡിയോളജികൾ, പിശാച് രൂപം കൊടുത്ത ഫിലോസഫികൾ, ഇതിനൊക്കെ ലക്ഷ്യമെന്താ? സത്യവിശ്വാസത്തില്ലാതെ വിശ്വാസത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ്. ഈ സത്യങ്ങൾ മനസ്സിലാക്കി ഈ തലമുറയിൽ വിശ്വാസത്തെ പടുത്തുയർത്തുന്നവരാകാൻ, സത്യവിശ്വാസം ധീരതയോടെ പ്രഘോഷിക്കുന്നവരാകാൻ, ഈ വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി ഇനി മരിക്കേണ്ടി വന്നാലും രക്തം ചിന്തേണ്ടി വന്നാലും അത് സന്തോഷത്തോടെ ദൈവകരങ്ങളിൽ സ്വീകരിക്കുവാനുള്ള സമർപ്പണവും പ്രതിബദ്ധതയുമുള്ളവരാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ. നമ്മിൽ നിന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് ഈ ഒരു തീരുമാനമാണ്, ഈ ഒരു ഡിസിഷനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അവസാനമായി തിമോത്തിയോസിന് എഴുതിയ 1 ലേഖനം 6:12 പൗലോസ്ലിഹ സഭയെ പഠിപ്പിക്കുകയാണ്.
1 തിമോത്തി 6:12. വിശ്വാസത്തിന്റെ നല്ല കാരണം പോരാട്ടം നീ നടത്തുകയും വിശ്വാസത്തിന് വേണ്ടി നല്ല പോരാട്ടം നടത്തുക. നിന്റെ വിശ്വാസം എവിടെയും നീ കാത്തു സൂക്ഷിക്കുക. ഞാൻ എവിടെയായാലും, ഞാൻ പഠിക്കുന്ന സ്കൂളിലാവട്ടെ, യൂണിവേഴ്സിറ്റിയിലാകട്ടെ, ജോലി ചെയ്യുന്ന ജോലി സ്ഥലത്താകട്ടെ, ബിസിനസ് മേഖലകളിലാകട്ടെ, യാത്രയിലാകട്ടെ, സുഹൃത്ത് ബന്ധങ്ങളിലാകട്ടെ, നമ്മൾ എവിടെയാണെങ്കിലും നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുക, നമ്മുടെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുക, നമ്മുടെ വിശ്വാസത്തോട് ആദരവും സമർപ്പണമുള്ളവരാകുക, നമ്മുടെ വിശ്വാസം ജീവിക്കുന്നതിൽ പ്രതിബദ്ധതയുള്ളവരാകുക. പൗലോസ്ലീഹ പറയാ, എൻ്റെ മകനെ തിമോത്തി, നിന്റെ വിശ്വാസത്തെ നീ മുറുകെ പിടിക്കുക, ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സത്യവിശ്വാസം ജീവിക്കാൻ കർത്താവിനാൽ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ വിളിയുടെയും തിരഞ്ഞെടുപ്പിൻ്റെയും മഹത്വം മനസ്സിലാക്കി നമുക്ക് വിശ്വാസ ജീവിതം നമ്മുടെ കർത്താവിനോട് ചേർന്ന് നയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്കതിനായി ഒരുങ്ങാം.